ലീഗാണ് കോൺഗ്രസിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ലീഗിന്റെ ശക്തമായ ഇടപെടലുണ്ട്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് UDF-ലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെയാണ്. ഈ ഘടകകക്ഷിയുമായിട്ട് എന്താണ് ഉഭയകക്ഷി ചർച്ച നടത്താതിരിക്കുന്നത്? ലീഗ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ SDP പോലും എടുക്കാത്ത ചില നിലപാടുകളാണ് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. UDF ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിന് ജനം ഭയങ്കരമായിട്ട് എതിരാണ് എന്ന രീതിയിലുള്ള തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് UDF നേതൃത്വം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പരാജയപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. നമസ്കാരം. കേരളം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുമ്പോൾ ഇപ്പോൾ UDF-ലെ ഘടകകക്ഷികൾ തമ്മിൽ പരസ്പരം ഒരു ധാരണയില്ലാതെയാണ് പോകുന്നത്. പ്രത്യേകിച്ചും ജോസഫ് വിഭാഗവും അതുപോലെ തന്നെ മുസ്ലിം ലീഗും തമ്മിൽ ഒരു ധാരണയിലെത്താൻ കഴിയുന്നില്ല. UDF-ൽ തമ്മിലടി അങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ UDF-ൽ നടന്നുകൊണ്ടിരിക്കുന്നത്? UDF-ൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. UDF-ലെ കോൺഗ്രസിനെ ലീഗ് വിഴുങ്ങി കഴിഞ്ഞു. ലീഗാണ് കോൺഗ്രസിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റൊരു വാക്കില്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ലീഗിന്റെ ശക്തമായ ഇടപെടലുണ്ട്. കാരണം പല നേതാക്കന്മാരും, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, പക്ഷേ ഇത്രയും ഏകപക്ഷീയമായിട്ട് ഒരു പാർട്ടി പോകാൻ പാടില്ല. കാരണം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് UDF-ലെ ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി തന്നെയാണ്. ഈ ഘടകകക്ഷിയുമായിട്ട് എന്താണ് ഉഭയകക്ഷി ചർച്ച നടത്താതിരിക്കുന്നത്? ഒരാൾ പോലും ഇല്ലാത്ത കേരള പ്രവാസി അസോസിയേഷനുമായിട്ട് വരെ ഉഭയകക്ഷി ചർച്ച നടത്തി കഴിഞ്ഞു. എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ട് ഉഭയകക്ഷി ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇവർ വൈകിപ്പിക്കുന്നത്? ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. അവസാന നിമിഷം, ഇന്നിപ്പോൾ തീയതി എത്രയായി? 3-ാം തീയതി ആയില്ലേ? 12-ാം തീയതിയോടുകൂടി ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടും. 12-ാം തീയതിയോട് ഇലക്ഷൻ പ്രഖ്യാപിക്കപ്പെടുന്നതോടുകൂടി പിന്നെ എത്ര ദിവസമുണ്ട് ഇലക്ഷന്? ഒരു മാസം തികച്ചുണ്ടോ? ഇല്ലല്ലോ. 7-ാം തീയതി കണ്ടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗയാത്ര തിരുവനന്തപുരത്ത് സമാപിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അതിനുശേഷമാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 10 സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുകയും സ്ഥാനാർത്ഥികൾ അവിടെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പിന്നീട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഈ 10 സീറ്റ് നൽകാതെ 3-4 സീറ്റുകളിലേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഒതുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കാരണം ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇല്ലായ്മ ചെയ്യേണ്ടത് ആരുടെ ഉദ്ദേശമാണ്? അത് ലീഗിന്റെ ഉദ്ദേശമാണ്. ലീഗ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞാൽ SDP പോലും എടുക്കാത്ത ചില നിലപാടുകളാണ് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ. മധ്യ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇങ്ങനെ തകർക്കേണ്ട എന്താവശ്യം ഇരിക്കുന്നതേ? കാരണം അതിന് കോൺഗ്രസ് കൂട്ടുനിൽക്കുകയല്ലേ ചെയ്യുന്നത്. കേരള കോൺഗ്രസുകളും ഈ കോൺഗ്രസും തമ്മിലുള്ള വൈര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പിളർന്നു വന്ന ഒരു പാർട്ടിയാണ് ഈ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത്. കേരള കോൺഗ്രസ് എമ്മിനോട് കോൺഗ്രസിന് താല്പര്യമുണ്ട്? ഒരു താല്പര്യമില്ല. കേരള കോൺഗ്രസ് എമ്മിനെയും അതിന്റെ നേതാക്കന്മാരെയും ഒക്കെ ഏത് രീതിയിൽ വേണമെങ്കിലും താറടിക്കാൻ വേണ്ടിയിട്ട് അവർ തയ്യാറാകും. എന്ന് പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മുന്നണിയിലുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെതിരെ കോൺഗ്രസും ലീഗും ചേർന്ന് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? അറ്റ്ലീസ്റ്റ് ഉഭയകക്ഷി ചർച്ചയെങ്കിലും പൂർത്തിയാക്കണ്ടേ? ഇതൊരു മത്സരമല്ലേ? കാരണം VD സതീശൻ തന്നെ പറയുന്നുണ്ട് ഡു ആർ ഡൈ, ഇനി ഇല്ലെങ്കിൽ ഇനി ഒരിക്കലും ഇല്ല എന്നൊരു ഓർമ്മ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ VD സതീശൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹമെങ്കിലും മനസ്സിലാക്കണ്ടേ? കാരണം ഇതേ രീതിയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ അവസാന നിമിഷം കോർണർ ചെയ്ത് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? ഞാനിപ്പോൾ പല ഉദാഹരണങ്ങൾ പറയും. ഇരിങ്ങാലക്കുടിയിൽ തോമസ് ഉണ്ണിയാടന് സീറ്റ് കൊടുക്കാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം 2020-യുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മത്സരിച്ചു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? എന്ന് പറഞ്ഞതുപോലെ ഷിബു തെക്കുംപുറത്തിന് സീറ്റ് കൊടുക്കാതെ അവിടെ വേറെ നിന്ന് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കോതമംഗലത്തിന് വേണ്ടിയിട്ട് പണിയെടുക്കുമല്ലേ? കോതമംഗലത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അദ്ദേഹം പണിയെടുക്കുന്നത്. എറണാകുളം ജില്ലയിലെ UDF സംവിധാനത്തിന് വേണ്ടിയിട്ട് മുഴുവൻ പണിയെടുക്കുകയല്ലേ? അതുകൂടാതെ എത്ര നേതാക്കന്മാരുണ്ട് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത്. അപ്പൊ ഇവരൊക്കെ എടുക്കുന്ന പണി വെറുതെ ആവത്തില്ലേ? എന്തിനാണ് UDF കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് ഇതേപോലെയുള്ള ഒരു ക്രൂരത കാണിക്കുന്നത്? അതിന് കൃത്യമായ കാരണമുണ്ട്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതായത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ KM മാണി സാറിൻ്റെ മരണം വരെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും ഉയർന്നു വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. കേരള കോൺഗ്രസുകൾ തകർന്നാൽ മാത്രമേ ഈ കോൺഗ്രസിലെ ചില ആളുകൾക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് സ്വന്തം പാളയത്തിലിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ എന്നുള്ള യാഥാർത്ഥ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇനിയെങ്കിലും തിരിച്ചറിയണം. കടുത്തുരുത്തിയിൽ മോൻസ് ജോസഫ് പരാജയപ്പെടും. തൊടുപുഴയിൽ
PJ ജോസഫ് പരാജയപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ മത്സരിച്ചാൽ പരാജയപ്പെടുന്നതല്ല, പരാജയപ്പെടുത്തും. ഈ 2 സ്ഥലങ്ങളിലും അറിയാൻ സാധിച്ചത് വെച്ച് നോക്കുമ്പോൾ അവിടെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാവും, കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാവും. സൗഹൃദ മത്സരം എന്നുള്ള പേരിലാണ്. കാരണം മോൻസി ജോസഫ് കടുത്തുരുത്തിൽ ഇപ്രാവശ്യം തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് ഉണ്ടാവത്തില്ല. അപ്പു ജോൺ ജോസഫ് തന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓർമ്മകളിൽ ഓടി ഒളിക്കും. ഇതാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. PJ ജോസഫിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ അപ്പു ജോസഫിനോ മോൻസി ജോസഫിനോ ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തിനാണെന്ന് കാലതാമസം വരുത്തുന്നത്? VD സതീശന് യാത്ര നയിച്ചുകൊള്ളട്ടെ. രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ, അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റു കോൺഗ്രസ് നേതാക്കന്മാരുണ്ടല്ലോ, കേരളത്തിന്റെ ചുമതലയുള്ള ആളുകളുണ്ടല്ലോ. ഇതിപ്പോ ഷാഫി പറമ്പിലാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, UDFന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഒരാളിലേക്ക് ഏകപക്ഷീയമായിട്ട് പാർട്ടി തീരുമാനങ്ങൾ പോവുകയാണോ? ലീഗാണോ കോൺഗ്രസിനകത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ഇടുക്കി പോയി കഴിഞ്ഞാൽ, ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ കൈവശത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം പോലെയായി മാറില്ലേ കേരള കോൺഗ്രസ് ജോസഫ്? ഇടുക്കി സീറ്റ് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ചിന്തിക്കാൻ പറ്റുമോ? ഇടുക്കി സീറ്റ് പിടിച്ചെടുക്കും, ഉറപ്പായിട്ട് പറയുന്നു. ഈ പറഞ്ഞ കുട്ടനാട് സീറ്റ് പോലും പിടിച്ചെടുക്കാൻ സാധ്യതകളുണ്ട്. വളരെ വലിയ ഗൂഢാലോചനയാണ് UDFനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. UDF ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാരിന് ജനം ഭയങ്കരമായിട്ട് എതിരാണ് എന്ന രീതിയിലുള്ള തെറ്റായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് UDF നേതൃത്വം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസും ലീഗും മാത്രം ചേർന്നാൽ UDF കേരളത്തിൽ അധികാരത്തിൽ വരും. അതിനുശേഷം കോൺഗ്രസിലെ ഒരാൾക്ക് മുഖ്യമന്ത്രിയായിട്ടും കോൺഗ്രസിലെ ഒരാൾക്ക് ഉപമുഖ്യമന്ത്രിയായിട്ടും ലീഗിലെ ഒരാൾക്ക് ഉപമുഖ്യമന്ത്രിയായിട്ടിരിക്കാം എന്നൊക്കെയുള്ള ഒരു വലിയ ഗൂഢാലോചന ആ മുന്നണിക്കകത്തുണ്ട്. ഈ യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയണ്ടേ? കേരള കോൺഗ്രസുകളെ തകർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. കോൺഗ്രസിൽ നിന്ന് പിറന്നതാണ് കേരള കോൺഗ്രസ്. അതായത് കോൺഗ്രസിലെ മേലാളന്മാരെക്കെതിരെ പടപൊരുതി വന്ന പ്രസ്ഥാനങ്ങളാണ് കേരള കോൺഗ്രസ് M എന്നൊക്കെ പറയുന്നത്. KM മാണി സാറിനെതിരെയൊക്കെ ഒരുപാട് ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ ഇവർ ഉന്നയിക്കുന്നില്ലേ കോൺഗ്രസ്സുകാർ തന്നെ? കൂട്ടത്തിൽ നിർത്തി പണി കൊടുത്തതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കിയതൊക്കെ നമുക്കറിയാലോ. അപ്പോ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് KM മാണി സാറിനെതിരെ കോൺഗ്രസ് നേതാക്കന്മാർ ഉയർത്തിക്കൊണ്ടുവന്നത് അന്നത്തെ കോൺഗ്രസിന്റെ പല മേലാളന്മാരെ എന്നേരം ഉപയോഗിക്കണം. അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 55 വർഷക്കാലം പാലായുടെ MLA ആയിട്ടും മന്ത്രിയൊക്കെ ആയിട്ട് അദ്ദേഹം നിന്നതും കേരളത്തിൽ കേരള കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തതും. PJ ജോസഫ് സാർ ഒരു കാര്യം ഓർക്കുക, CPM അല്ല നിങ്ങളുടെ ശത്രു, BJP അല്ല നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ ശത്രു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നത് അത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനാണ് നിങ്ങൾ തീരേണ്ടതിന്റെ ആവശ്യകതയുള്ളത്. CPMന് നിങ്ങൾ തീർന്നാലും തീർന്നില്ലെങ്കിലും പ്രശ്നമില്ല. കേരള കോൺഗ്രസ് അവിടെ നിന്ന് എന്ന് കരുതിയിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും CPMനെ സംബന്ധിച്ചിട്ടോ LDFനെ സംബന്ധിച്ചിട്ടോ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് പരാജയപ്പെടേണ്ടത് ആരുടെ ആവശ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. അത് ലീഗും കോൺഗ്രസും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പറയുന്ന കത്തോലിക്ക സഭയുടെ ഫേസ് ആയിട്ട് നിൽക്കുന്ന കേരള കോൺഗ്രസുകളെ എല്ലാം തകർക്കാനായിട്ടുള്ള ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനകത്ത് ഏതെങ്കിലുമൊക്കെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ചിരിച്ചുകൊണ്ട് ബിഷപ്പ് ഹൗസിലേക്ക് കയറി ചെന്നു എന്ന് കരുതി അത് നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് വരുന്നതല്ല. കേരള കോൺഗ്രസുകളെ ചതിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വരവാണ്. അത് തിരിച്ചറിഞ്ഞാൽ നല്ലത്. അതല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, നാളെ ഇവിടെ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരാളും ഉണ്ടാവത്തില്ല. കേരള കോൺഗ്രസ് കേരളത്തിൽ നിലനിൽക്കേണ്ടതുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ളൊരു പക്ഷമാണ് എനിക്കുള്ളത്. എന്താണ് ഷാഫിക്ക് പറയാനുള്ളത്? കോട്ടയത്തിന്റെ നെടുന്തൂടാണ് കേരള കോൺഗ്രസുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കോട്ടയത്തിന്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള പല ഘട്ടങ്ങളിലും നിർണായകമായിട്ടുള്ള പല തീരുമാനങ്ങളും ധീരമായിട്ട് കൈക്കൊണ്ട രാഷ്ട്രീയ പാർട്ടികളാണ് കേരള കോൺഗ്രസുകൾ. KM മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം പാലായെ അത്രമേൽ അദ്ദേഹം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. പാലായുടെ വികസനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ചൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിലും PJ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിലും അദ്ദേഹവും ഇടുക്കിയിലും അദ്ദേഹം തൊടുപുഴയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പടവുകൾ കെട്ടിപ്പടുത്ത് അതിൽ നിന്നും രാഷ്ട്രീയ നേതാക്കന്മാരെ ഉയർത്തിക്കൊണ്ടുവന്ന ആ ഒരു മനുഷ്യനാണ്. അയാളെ എങ്ങനെ തകർക്കാം എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോൾ കോൺഗ്രസ് ഇപ്പുറത്ത് ഗൂഢാലോചന നടത്തുമ്പോൾ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്ന ഒരു സംഗതിയുണ്ട്. ഇപ്പോൾ ഞാനും അപ്പനും സുഭദ്രയും എന്ന് പറയുന്ന ആ ഒരു സെറ്റപ്പിൽ ഞങ്ങളും ലീഗും കൂടി അങ്ങ് മത്സരിച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് താത്തി കൊടുത്ത് അവരെ ഒന്ന് തൽക്കാലത്തേക്ക് ഒഴിവാക്കി വിടാന്നുള്ളത്. ഇപ്പം മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ ബിരിയാണിക്ക് കച്ചമ്പറ് കൊടുക്കണ മാതിരി ആ മൂലയ്ക്ക് അങ്ങ് മാറ്റിയിരുത്താം എന്നുള്ളൊരു ചിന്തയാണ് ഈ പറയുന്ന കോൺഗ്രസിനുള്ളത്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ടത്
ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഘടകകക്ഷികളുമായിട്ട് കൃത്യമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി തമ്മിലടികൾ ഒഴിവാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി കഴിയുള്ളൂ. ഇതിവിടെ തമ്മിലടി നടക്കുന്നുണ്ട്. സതീശൻ ഒരു സൈഡിൽ പൊതുയാത്രയുമായിട്ട് പോകുന്നുണ്ട്. ഇവർ തമ്മിൽ ആദ്യം ഒരു അണ്ടർസ്റ്റാൻഡിൽ എത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. പിന്നെ രണ്ടാമത് അർഹമായിട്ടുള്ള പ്രാധാന്യം ഘടകകക്ഷികൾക്ക് നൽകുക എന്നുള്ളതാണ്. അത് മുസ്ലിം ലീഗിന് മാത്രമല്ല, ജോസഫ് ഗ്രൂപ്പിന് മാത്രമല്ല, മറ്റ് എല്ലാ ഘടകകക്ഷികളും കൃത്യമായ പ്രാധാന്യം നൽകി അവരെ ഒരുമിച്ച് കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ തിരഞ്ഞെടുപ്പിൽ കാര്യമുള്ളൂ. ഇപ്പോൾ നാട്ടകം സുരേഷ് ഏറ്റുമാനൂർ സീറ്റിന് വേണ്ടിയിട്ട് വല്ലാതെ കിടന്ന് കടിപിടി കൂടുന്നുണ്ട്. ജോസഫ് ഗ്രൂപ്പ് വർഷങ്ങളായിട്ട് മത്സരിച്ചു വരുന്നൊരു സീറ്റാണ്. അവിടേക്ക് നാട്ടകം സുരേഷ് മത്സരിക്കണമെന്ന് പറഞ്ഞു വരുന്നു. PM വാസുവിനെതിരെ മത്സരിക്കണമെന്നാണ് പറയുന്നത്. എന്താണെങ്കിലും ഈ രീതിയിൽ അവരുടെ സീറ്റുകളെ പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസ് പകരം ഏത് സീറ്റുകളും നൽകുമെന്ന് പോലും പറയുന്നില്ല. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് കാര്യമുണ്ടല്ലോ. ഇപ്പം ഷാഫി ടോഡി പറഞ്ഞല്ലോ, മറ്റേ നാട്ടകം സുരേഷ് ഏറ്റുമാനൂരിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിന് മുമ്പായിട്ട് ഈ ത്രിതല പഞ്ചായത്തിൽ എല്ലാവരും ഇവിടെ സ്ഥാനാർത്ഥി ചർച്ചകളും മറ്റു വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പരിശോധനയൊക്കെ ആയിട്ട് നടക്കുന്ന സമയത്ത് നാട്ടകം സുരേഷ് വിദേശത്തായിരുന്നു. അന്ന് നമ്മൾ ആ വാർത്തയൊക്കെ ചെയ്തതാണ്. അപ്പോൾ ഏതൊക്കെയായാലും കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമീപനം, അതായത് ഘടകകക്ഷികളെ ഇല്ലാതാക്കിക്കൊണ്ട് കോൺഗ്രസും ലീഗും എന്ന രീതിയിലേക്ക് ഒതുങ്ങാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടാവുക. ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് ആകെപ്പാടൊരു സണ്ണി ജോസഫ് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളെ പോലും വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് കോൺഗ്രസ് തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് വരും നാളുകളിൽ കോൺഗ്രസിന് ഏറെ ദോഷം ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക.